ശരി അമ്മേ. ആ, നീ കിട്ടുവിനെ സ്കൂളിൽ ചേർത്തത് വളരെ നല്ല കാര്യമായി. ദമയന്തി ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. ശരി മതി അബി, വേദനയ്ക്ക് കുറവുണ്ട്. പോയി കിടന്നോളൂ, ഒരുപാട് നേരമായി. കുറച്ചു നേരം ഇവിടെ ഇരുന്ന് കാറ്റ് കൊണ്ടിട്ട് ഞാനും പോയി കിടന്നോളാം. ചെല്ല്. ഗുഡ് നൈറ്റ് അമ്മേ. എന്താടോ, എന്തു പറ്റി? ഏട്ടൻ എത്ര നല്ല മകനാ. ഇത്രയും പ്രായമായിട്ടും അമ്മയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നില്ലേ? എത്ര ഉയരത്തിൽ പോയാലും അമ്മയ്ക്ക് ഞാൻ കുട്ടി തന്നെയല്ലേ. ഏട്ടന്റെ മഹത്വവും അന്തസ്സും എല്ലാം മാറ്റിവെച്ചിട്ട് തറയിലിരുന്നുകൊണ്ട് അമ്മയുടെ കാല് ഏട്ടന്റെ മടിയിൽ വെച്ച് അമ്മയുടെ കാല് തിരുമ്മി കൊടുത്തപ്പോ എനിക്ക് അഭിമാനമാണ് തോന്നിയത്. ഇതിലെന്താ എത്ര അഭിമാനിക്കാനുള്ളത്? അച്ഛനും അമ്മയും കുട്ടികൾക്ക് വേണ്ടി എന്തുമാത്രം കഷ്ടപ്പെടുന്നത്. അവരുടെ കഷ്ടങ്ങൾ വെച്ച് നോക്കുമ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നതെല്ലാം വളരെ ചെറുതാണ്. പക്ഷേ എല്ലാവരും ഏട്ടനെ പോലെ ആയിരിക്കില്ലല്ലോ. ഒരു പ്രായം എത്തുമ്പോഴേക്കും സ്വന്തം മാതാപിതാക്കളെ മാറ്റി നിർത്തുക ചെയ്യുന്നത്. പറയാൻ പാടില്ലാത്തതൊക്കെ സംസാരിച്ച് അവരുടെ മനസ്സ് ഒരുപാട് വിഷമിപ്പിക്കുകയും ചെയ്യും. അവരോടൊപ്പം കുറച്ച് സമയം പോലും ചിലവഴിക്കില്ല. എന്തെങ്കിലുമൊക്കെ കാരണം പറഞ്ഞ് അവരെ ഒരു വൃദ്ധസദനത്തിൽ കൊണ്ടുവിട്ട് ഒന്നും അറിയാത്ത പോലെ അവിടെ നിന്ന് ഇറങ്ങി വരും. വാർദ്ധക്യം ഒരു ശാപമാണെന്ന് എല്ലാവരും പറയും വസുധ. എന്നാൽ അതൊരു വരമാണ്. വൃദ്ധന്മാരാകാനുള്ള ഭാഗ്യം എല്ലാവർക്കും കിട്ടില്ല. ചെറിയ പ്രായത്തിൽ തന്നെ എത്രയോ ആൾക്കാർ മരിക്കാറുണ്ട്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾ ആരും മുതിർന്നവരെ വേദനിപ്പിക്കില്ല. സത്യമാണ് ഏട്ടാ. മുതിർന്നവരെന്ന് പറയുന്നത് ഒരു ചരിത്ര, ജീവിതത്തിലെ അനുഭവം, കഷ്ടപ്പാടും നഷ്ടങ്ങളും എല്ലാം നേരിടാനുള്ള ധൈര്യവും ഭാവിയോടുള്ള വിശ്വാസവും. മുതിർന്നവരെ ബഹുമാനിക്കുമ്പോഴേ ഇതൊക്കെ മനസ്സിലാവും. ആ വസുന്ധര, താൻ എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം. നാളെ ബാങ്കിലേക്ക് പോയി കിട്ടുവിൻ്റെ സ്കൂൾ ഫീസിനുള്ള DD എടുക്കണം. നാളെ ഓഫീസിലെത്തിയതിനു ശേഷം ഞാൻ തന്നെ വിളിക്കാം. ശരി ഏട്ടാ. വാ ഏട്ടാ, ഉറങ്ങാം. ഡാ കിട്ടു, നമ്മുടെ നാട്ടിലെ പള്ളിക്കൂടത്തിൽ പോവാതെ ഒളിച്ചു നടന്നില്ലേ, അതുപോലൊന്നും ഇവിടെ ചെയ്യരുത്. നന്നായിട്ട് പഠിക്കണം. ദാ നോക്ക്, നീ എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചാലേ നമുക്കിവിടെ നിക്കാൻ പറ്റില്ല. വീണ്ടും നമ്മുടെ നാട്ടിലേക്ക് തന്നെ പോയേണ്ടി വരും. പറഞ്ഞത് മനസ്സിലായോ? എനിക്കറിയാം അമ്മേ. ആ, ഞാൻ പോയേ നിന്റെ ആഹാരം എടുത്തോണ്ട് വരാം. ഈ ബാഗ് തൂക്ക് നീ. പിടിച്ചോ. ബുക്സ് എല്ലാം ബാഗിലെടുത്ത് വെക്കുക. ഞാൻ പോയി ഭക്ഷണം എടുത്തിട്ട് വരാം. ശരി അമ്മേ. എങ്ങനെയെങ്കിലും ആ ബാഗ് എൻ്റെ ഇതാക്കണം. നമുക്ക് നോക്കാം. എടാ ഉണ്ണി, ആ ബാഗ് എനിക്ക് വേണം. അതെന്റെ ചേട്ടന്റെ ബാഗാ, നിനക്കെന്തിനാ തരുന്നേ? ഞാനതിന് നിന്റെ ബാഗല്ലല്ലോ ചോദിച്ചത്, ഉണ്ണിയുടെ ബാഗല്ലേ ചോദിച്ചേ. ചേട്ടന് സ്വന്തമായിട്ട് ബാഗ് ഉണ്ടല്ലോ. എന്റെ ബാഗ് നീ എടുത്തിട്ട് നിന്റെ ബാഗ് എനിക്കിതാ. അങ്ങനെ തരാൻ പറ്റില്ല. സ്വന്തം ബാഗ് യൂസ് ചെയ്താ മതി. ഇടയിൽ കയറി എന്തിനാ സംസാരിക്കുന്നേ? പോ അങ്ങോട്ട്. മര്യാദയ്ക്ക് സംസാരിക്കു ചേട്ടാ. നീ ബാഗ് തരുന്നുണ്ടോ ഇല്ലയോ? എന്തു പറ്റി കിട്ടു? നോക്കമ്മേ, ഇവൻ ഉണ്ണിച്ചേട്ടന്റെ ബാഗ് ചോദിക്കാ. ആ,
ഇളയത് മൂത്തെന്നുള്ള വ്യത്യാസമില്ലാതെ അവനെന്നൊക്കെ വിളിക്കുകയാണോ? ചേട്ടാന്ന് വിളിക്കേ. എനിക്ക് ആ ബാഗ് വേണോ അമ്മേ? അഭിയങ്ങൾ നിനക്ക് പുതിയ ബാഗും പുസ്തകവും പിന്നെ യൂണിഫോമും ഒക്കെ വാങ്ങി തന്നിട്ടില്ലേ? എനിക്ക് ഉണ്ണിയുടെ ബാഗാ വേണ്ടത്. എന്റെ ബാഗ് ഉണ്ണി എടുത്തോട്ടെ. രാത്രി എന്റെ ബെഡ് തട്ടിപ്പറിച്ചു. ഇപ്പൊ ദേ ഉണ്ണിയുടെ ബാഗ് തട്ടിപ്പറിക്കാൻ നോക്കുക. എന്താടാ, എന്താ നിനക്ക് വേണ്ടേ? നോക്ക് വല്യമ്മേ, കിട്ടു ബാഗ് ചോദിക്കുന്നു. ഉണ്ണി കൊടുക്കില്ലെന്നാ പറയുന്നേ. ചേട്ടൻ എന്റെ ബാഗാ ചോദിക്കുന്നത് മുത്തശ്ശി. എന്തായിരുന്നാലും ബാഗല്ലേ ചോദിച്ചത്, കൊടുത്താലെന്താ? ഞങ്ങള് നിങ്ങളുടെ സ്വത്തൊന്നും അല്ലല്ലോ ചോദിച്ചത്, ബാഗ് തന്നെയല്ലേ. എന്തായാലും ആ ബാഗ് നിനക്ക് എന്റെ അഭിചേട്ടനല്ലേ വാങ്ങിച്ചു തന്നത്. എന്തോ നിന്റെ സ്വന്തം ബാഗ് പോലെയല്ലേ അവകാശം പറയുന്നത്. ഉണ്ണി കൊടുത്തേക്ക്. എന്താ ചേച്ചി, എന്തോ ഭിക്ഷ ഇട്ട് തരുന്നത് പോലെ. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല പറഞ്ഞത്. എനിക്ക് മനസ്സിലാവില്ലെന്ന് വിചാരിച്ചോ? എന്റെ ചേട്ടന്റെ നല്ല മനസ്സുകൊണ്ട് അവനെ സ്കൂളിലേക്ക് അയക്കുന്നു. ഈ കുഗ്രാമത്തിലുള്ളവർക്ക് പഠിത്തം എന്തിനാന്ന് നിങ്ങൾ മനസ്സുകൊണ്ട് വിചാരിക്കുന്നു. വസു അങ്ങനെ ചിന്തിക്കില്ല ദമയന്തി. ആവശ്യമില്ലാതെ നീ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച് കൂട്ടരുത്. കണ്ടില്ലേ വല്യമ്മേ, നിങ്ങളുടെ മുന്നിൽ വെച്ച് എന്നെ നിങ്ങളുടെ 2 മരുമക്കളും എന്നെ എന്തൊക്കെ പറയുന്നെന്ന്. ഒരു ബാഗിന് വേണ്ടി എന്തിനാ വഴക്ക് കൂടുന്നേ? കിട്ടു, നിനക്ക് നിന്റെ ബാഗ് ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ഉണ്ണിയുടെ ബാഗാ വേണ്ടത് മുത്തശ്ശി. വാങ്ങിച്ചോ മോനെ, വാങ്ങിച്ചോ. വാങ്ങിച്ചോ മോനെ, വാങ്ങിച്ചോ. അല്ല, എന്തു പറ്റി? ഒന്നുമില്ല ഏട്ടാ, കുട്ടികള് സ്കൂളിൽ പോകാൻ റെഡിയാകുക. പെട്ടെന്ന് ഇറങ്ങിക്കോ, സ്കൂൾ വേനത ഇപ്പം ഇങ്ങെത്തും. ചേട്ടന്റെ നല്ല മനസ്സുകൊണ്ട് അവൻ സ്കൂളിലോട്ട് പോവുക. നാളൊരു കാലത്ത് ഇവൻ ഡാക്ടറോ കലക്ടറോ ആയ ചേട്ടന്റെ പേരെ പറയൂ. ആ, പുതിയ സിനിമ റിലീസാവുന്നുണ്ടല്ലോ. ഇന്ന് തന്നെ എങ്ങനെയെങ്കിലും പോയി കാണണം. ഡാ കിട്ടു, ആദ്യമായിട്ട് സ്കൂളിൽ പോകുന്നതല്ലേ, ചേട്ടന്റെ കാല് വീണ അനുഗ്രഹം വാങ്ങിക്കേ. സ്കൂളിലേക്കാണെന്ന് പറഞ്ഞ് സിനിമയ്ക്ക് പോവാം, പക്ഷെ സിനിമയുടെ ടിക്കറ്റിന് എന്ത് ചെയ്യും? ഡാ കിട്ടു, ഇവ എപ്പോഴും ഇങ്ങനെ തന്നെയാ ചേട്ടാ. പുസ്തകമായിരുന്നാലും പേപ്പർ ആയിരുന്നാലും ഒരക്ഷരം പോലും വിടാതെ അവ മുഴുവൻ വായിക്കും. ഡാ, നിന്നോടാ പറഞ്ഞത്, നിനക്കൊന്ന് ചെവി വെക്കില്ലേ? വല്യമ്മയുടെ അഭിചേട്ടന് കാല് വീണ അനുഗ്രഹം വാങ്ങിക്കേ. ഗോഡ് ബ്ലെസ് യു. എഴുന്നേക്ക് മോനെ. നന്നായിട്ട് പഠിക്കണം കേട്ടോ. നിങ്ങളൊന്നും ഇല്ലായിരുന്നെങ്കിലേ ഇവന്റെ ഭാവി എന്താകുമായിരുന്നു? ഇവനൊരു കൊച്ചുണ്ണി, അവളൊരു പൂലൻ ദേവി, രണ്ടും ചേർന്ന് ഈ വീട് കൊളമാക്കും. അമ്മേ, ഞാനൊന്ന് ടോയ്ലറ്റിൽ പോയിട്ട് വരാം. എന്താ ഈ ചേട്ടൻ കാശൊക്കെ മോഷ്ടിക്കുന്നത്? ഇക്കാര്യം അവന്റെ അമ്മയോട് പറഞ്ഞാലോ?
പറഞ്ഞ ചിലപ്പോ വലിയ വഴക്കാവും ഉണ്ടാവുക. വീണ്ടും മുത്തശ്ശി എന്നെ തന്നെ വഴക്ക് പറയും. മിണ്ടാതിരിക്കാനല്ലേ അമ്മ പറഞ്ഞിരിക്കുന്നേ. വേണ്ട. കാർത്തിക കാർത്തിക കാർത്തിക, എന്തു പറ്റി മോളെ? കാർത്തികേ, എന്താ മോളെ പറ്റിയേ? പെട്ടെന്ന് തല കറങ്ങിയതാ ആന്റി. അന്നും ഇതുപോലെ തലകറങ്ങി വീണില്ലേ? നീ കുറച്ച് സൂക്ഷിക്കണം കാർത്തികേ. എന്താ കാർത്തിക, സമയത്തിന് ആഹാരമൊക്കെ കഴിക്കുന്നുണ്ടോ? കഴിക്കുന്നുണ്ട് ചേച്ചി. ഗർഭിണിയായിരിക്കല്ലേ, സമയത്തിന് ആഹാരം കഴിക്കണം. വയറ്റിൽ കുഞ്ഞു വളർന്നുകൊണ്ടിരിക്കുമ്പോ ചിലപ്പോ ഇതുപോലെയുള്ള മനം പെരട്ടലും ഛർദിലും ഒക്കെ ഉണ്ടാവും. ചില സമയത്ത് തല ചുറ്റുകയും ചെയ്യും. നമുക്കൊന്ന് ഹോസ്പിറ്റൽ വരെ പോയി ഒരു ചെക്കപ്പ് സ്കാനിംഗ് ഒക്കെ ചെയ്യുന്നത് നല്ലതല്ലേ എടുത്തി? ഹോസ്പിറ്റലൊക്കെ എന്തിനാ? ഈ ചെക്കപ്പ് സ്കാനിങ് അതിന്റെ ഒന്നും ആവശ്യമില്ല. എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോ എന്തിനാ ഇങ്ങനെ പരിഭ്രമിക്കുന്നത് കാർത്തികേ? ഒന്നുമില്ല എടുത്തി. ഇതുപോലെയുള്ള സമയത്തൊക്കെ തല ചുറ്റുന്നത് സാധാരണയാണെന്ന് അമ്മ പറഞ്ഞില്ലേ? എന്തിനാ ആവശ്യമില്ലാതെ ഹോസ്പിറ്റലിലൊക്കെ പോകുന്നത്? അങ്ങനെയല്ല മോളെ, മാസത്തിൽ ചെക്കപ്പ് ഒക്കെ ചെയ്യേണ്ടതല്ലേ? അതേ കാർത്തിക, വയറ്റിലുള്ള കൊച്ച് എങ്ങനെയുണ്ടെന്ന് സ്കാനിങ് ചെയ്ത് നോക്കിയാ അറിയും. അതിന്റെ ആവശ്യമില്ല ചേച്ചി, എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്റെ ബേബിക്കും കുഴപ്പമൊന്നുമില്ല. കുറച്ചു നേരം ഞാൻ റെസ്റ്റ് എടുക്കട്ടെ. ഇവക്ക് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാ പേടിയാ. പക്ഷെ പ്രസവത്തിന് ആശുപത്രി പോയല്ലേ പറ്റൂ. ഇങ്ങനെ പേടിച്ചാൽ എങ്ങനെയാ? കാർത്തിക എന്തോ ഒളിക്കുന്നുണ്ട്, കൺഫേമാ. ഇത് വെള്ളിക്കൊലിച്ചാണല്ലോ. ആരോ ഇവിടെ വെച്ച് മാറുന്നതാണെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ ഇത് എന്റെ ആയിരിക്കട്ടെ. ദമയന്തിക്ക് ഇങ്ങനത്തെ മോഷണ സ്വഭാവം ഉണ്ടോ? ചേച്ചി എന്താ ആലോചിച്ച് നിൽക്കുന്നേ? ആ ദമയന്തിയെ കുറിച്ചാ വസു. അവളുടെ ജീവിതം അങ്ങനെ ആയതിനെ കുറിച്ചാണോ? അവള് കാരണം നിന്റെ ജീവിതം എങ്ങനെ ആവൂന്നാണ്. അവളും ഞാനും തമ്മിൽ എന്ത് പ്രശ്നമുള്ളത്? ദമയന്തി വന്നത് മുതൽ ഞാൻ ശ്രദ്ധിക്കുകയാണ് വസു. മനഃപൂർവ്വം ഓരോ തവണയും നിന്നെ കുത്തുവാക്ക് പറഞ്ഞ് വേദനിപ്പിക്കുക. അങ്ങനെയൊന്നും ഇല്ല ചേച്ചി. അവൾ എന്നെ ഉദ്ദേശിച്ച് മാത്രമല്ല അങ്ങനെ പറയുന്നത്. അവളുടെ സംസാരം ഇങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന് ഏട്ടൻ നേരത്തെ പറഞ്ഞിരുന്നു. അതല്ല വസു, ചിലർക്ക് നമ്മൾ എന്ത് ഉപദേശം കൊടുത്താലും അവർ നന്നാവില്ല. ദമയന്തിയെ ഞാൻ എത്ര കാലമായിട്ട് കാണുന്നതാ. അവൾക്ക് നമ്മളോടൊക്കെ അസൂയ. എപ്പോ വന്നാലും അവൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ലക്ഷ്യം ഉണ്ടാവും വസു. ആ സോഫ എത്രയാ, ഈ നെക്ലസിന്റെ വില എത്രയാ,
ഈ സാരി എവിടുന്നാ വാങ്ങിയത് അങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും. നിന്റെ ഭാഗ്യത്തിനെ കുറിച്ച് അവള് ഇടയ്ക്കിടയ്ക്ക് കുത്തി കുത്തി സംസാരിച്ചുകൊണ്ടിരിക്കും. നിന്നെ വിഷമിപ്പിക്കുന്ന രീതിയിലാണ് എപ്പോഴും അവളുടെ സംസാരം. ഓരോ തവണയും ഞങ്ങൾ പാവങ്ങളാണ്, കുഗ്രാമത്തിൽ നിന്ന് വന്നതാണെന്നൊക്കെ പറഞ്ഞ് തന്റെ അസൂയ എപ്പോഴും പുറത്തു കാണിക്കും. എനിക്കൊരു വിഷമമില്ല ചേച്ചി. ചേച്ചി അത് വിട്ടേക്ക്. ഒരു തവണയൊക്കെ ആണെങ്കിൽ നമുക്ക് വിട്ടേക്കാം വസു. വീണ്ടും വീണ്ടും ഇങ്ങനെ പറയുമ്പോ ആർക്കായാലും വിഷമം തോന്നില്ലേ? ആ പയ്യനാണെങ്കിൽ അതിലും മോശക്കാരനാ. മനഃപൂർവ്വം ഉണ്ണിയോടും അനുവിനോടും വഴക്കിട്ടോണ്ടിരിക്കും. അവനും കൊച്ചുകുട്ടിയല്ലേ ചേച്ചി, പ്രായത്തില് ചെറിയ വ്യത്യാസം. അവനെക്കാളും പ്രായത്തിൽ ഇളയത് നമ്മുടെ ഉണ്ണിയല്ലേ വസു. അവൻ എത്ര മര്യാദ ഉള്ളവനാ, എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചിന്തിക്കുന്നു. നമ്മുടെ ഒരു കയ്യിലെ 5 വിരലും ഒരുപോലെ അല്ലല്ലോ ചേച്ചി. അതുപോലെ കുട്ടികളും ഒരുപോലെ ആയിരിക്കണമെന്നില്ലല്ലോ. എന്താണെന്ന് അറിയില്ല വസു. ആ അമ്മയും മകനും ഒരുപാട് നാൾ ഇവിടെ ഉണ്ടായിരുന്ന നിനക്കും ഉണ്ണിക്കും ഒരുപാട് വിഷമങ്ങൾ ഉണ്ടാവും. എന്താ ചേച്ചി വിഷമം എന്നൊക്കെ പറയുന്നു? ചേച്ചിമാര് രണ്ടുപേരും ആരെ കുറിച്ചാ സംസാരിക്കുന്നേ? ആരെ പറ്റി സംസാരിച്ചതല്ല ദമയന്തി, ഭക്ഷണം ഉണ്ടാക്കുന്നതിനെ പറ്റി സംസാരിക്കുമായിരുന്നു. അതെ ദമയന്തി, പൊരി വെച്ച് നമുക്ക് എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കാം വസു. പൊരി വെച്ചാണോ? വീട്ടിൽ പൊരി ഉണ്ടോ ചേച്ചി? ഇവിടെ ഉണ്ടായിരുന്നോ? ചേച്ചി എനിക്ക് പൊരി വെച്ചാൽ ഭയങ്കര ഇഷ്ടാ. ഞാൻ ദിവസവും കഴിച്ചോണ്ടിരുന്നതാ. എന്റെ മോൻ കിട്ടുണ്ടല്ലോ, അവനിത് കൊടുത്താൽ തിന്നോണ്ടേയിരിക്കും. പെട്ടെന്ന് എന്തെങ്കിലും കഴിക്കാൻ ഉണ്ടാക്കിയേ, ഭയങ്കര വിശപ്പ്. പൊരി മുഴുവൻ ഇവള് കഴിച്ചാല് അത് വെച്ച് എങ്ങനെ സ്നാക്സ് ഉണ്ടാക്കും വസു? ചേച്ചി നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കാം. നീ എങ്ങനെ ഇത്ര അഡ്ജസ്റ്റ് ചെയ്യുന്നത് വസു? നീ ഇങ്ങനൊക്കെ ചെയ്യുന്ന കാണുമ്പോ എനിക്ക് അത്ഭുതമാ തോന്നുന്നത്. ഞാൻ അഡ്ജസ്റ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞതുപോലും ചേച്ചിയല്ലേ. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ സമയത്ത് അമ്മ എന്നോട് ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യുന്ന നേരത്തൊക്കെ എന്നോട് സമാധാനത്തോടെ നിൽക്കണമെന്ന് ചേച്ചിയല്ലേ എന്നെ ഉപദേശിച്ചത്. അമ്മയുടെ കാര്യത്തില് വേറെ വഴിയില്ലായിരുന്നു വസു. പക്ഷെ എല്ലാവരുടെ കാര്യത്തിലും നമുക്കങ്ങനെ നടക്കാൻ പറ്റില്ലല്ലോ വസു. ചേട്ടത്തിയുടെ കാര്യത്തിലും നമ്മൾ അങ്ങനെ ആയിരിക്കണം. നിന്നെ ഞാൻ കൈയെടുത്ത് തൊഴണം. ഒരു ഭാഗത്ത് കാർത്തികയും സുമേളയമ്മയും മാനേജ് ചെയ്യണം. ഇപ്പൊ പുതിയതായിട്ട് ദമയന്തിയും കിട്ടുവാനെ സഹിക്കേണ്ട ഗതികേടാ. ആ ഭാരം എനിക്ക് മാത്രമല്ല, ചേച്ചിക്കുണ്ട്. നമസ്കാരം സാർ. അർജന്റായിട്ട് വരാൻ പറഞ്ഞു. നിന്നെ കൊണ്ടൊരു ആവശ്യമുണ്ട് രമേശ്. പറഞ്ഞോളൂ സാർ. നിനക്ക് അഭിരാമിനെ അറിയാലോ? സംസ്കൃതി ഇവന്റ്സ് നടത്തുന്ന അഭിരാമല്ലേ സാർ? അതെ. നീ അവൻ്റെ അടുത്ത് ചെന്ന് ഒരു ഈവന്റ് ചെയ്യണമെന്ന് പറഞ്ഞ് ഈ പണം അവന് കൊടുക്കണം. എന്തിനാ സാർ? സാറല്ലേ ഇവന്റ് ചെയ്യുന്നത്, അഭിരാമിന് എന്തിനാ ഇത് കൊടുക്കുന്നേ? നിന്റെ വീട്ടിൽ ഫംഗ്ഷൻ ഉണ്ടോ? ഇല്ല സാർ. ഇല്ലാത്ത ഫംഗ്ഷൻ നടത്തുന്നു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സാർ എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടോ? അതിനല്ലേ ഞാൻ നിന്നെ വിളിച്ചേ. നീ അഭിരാമിൻ്റെ അടുത്ത് പോയി എന്തെങ്കിലും ഫംഗ്ഷൻ ചെയ്യണമെന്ന് പറഞ്ഞ് അഡ്വാൻസ് ആയിട്ട് ഈ പണം കൊടുത്തിട്ട് വാ. അതിനുശേഷമുള്ള കാര്യം ഞാൻ നോക്കിക്കോളാം. ശരി സാർ, ഞാൻ ഇപ്പോൾ തന്നെ പോട്ടെ. പോ. നീ എൻ്റെ ആളാണെന്ന് അഭിരാമിനൊരു ഡൗട്ടും തോന്നരുത്. ഓക്കെ സാർ. എടാ അഭിറാം, ഇപ്പോൾ ഞാൻ അവൻ്റെ കയ്യിൽ കൊടുത്തു വിട്ടത് ഫേക്ക് കറൻസിയാ. നിന്റെ കയ്യിൽ അവൻ ആ കാശ് തന്നിട്ട് പുറത്ത് വന്ന ഉടനെ ഞാൻ അവിടേക്ക് പോലീസിനെ അയക്കും. കള്ളനോട്ട് കേസിൽ നിന്നെ പോലീസ് അറസ്റ്റ് ചെയ്യും. നിന്നെപ്പോലൊരു ക്രിമിനലിനെ
ഗവൺമെൻറ് ഈവൻറ്റ്സ് ചെയ്യാനുള്ള അർഹതയില്ലാന്ന് പറഞ്ഞ് അത് പിന്നെ ഞാൻ ചെയ്യും. ഇതാണടാ എൻ്റെ പ്ലാൻ. ഇതിൽ നിന്ന് നീ എങ്ങനെ രക്ഷപ്പെടുമെന്ന് ഞാനൊന്ന് കാണട്ടെ. അനിയ, കാശ് വെച്ചേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നായികയുടെ പടത്തിലെ കാശ് വെച്ചേ ഇരട്ടിപ്പണം സമ്പാദിച്ചോ? ഡ്രൈവർ ഓട്ടോയിൽ നിർത്ത്. എന്തു പറ്റി ചേട്ടാ? നീ സ്കൂളിലേക്ക് പോ, ഞാൻ കുറച്ച് കഴിഞ്ഞ് വന്നോളാം. ഇപ്പൊ എവിടെ പോവാ? അറിഞ്ഞിട്ടെന്തിനാ? അങ്ങനെയല്ല ചേട്ടാ, നമുക്ക് സ്കൂളിൽ പോകാനുള്ളതല്ലേ. നീ പോ, ഞാൻ പിറകെ വന്നോളാം. വേഗം ചെല്ല്. ഓട്ടോ വിട്ടോ. രണ്ടാ കിട്ടിയിരിക്കുന്നേ. നയൻതാരയുടെ മേൽ 100 രൂപ വെച്ചതാരാ? ഞാനാ. വെച്ചോ. ആർക്കും വയ്ക്കാം, എപ്പോഴും വയ്ക്കാം. വെച്ചോ. 200 വെച്ചാ 400. ആ വാ അനിയ വാ. ഇഷ്ടപ്പെട്ട പടത്തിൽ പണം വെച്ചോ, പണം സമ്പാദിച്ചോ. വാ അനിയ വാ. ഒരു 500 രൂപയ്ക്ക് ചില്ലറ തരാമോ? എൻ്റെ കയ്യിലുള്ള കാശ് ഡബിളാക്കിയാൽ പുതിയ സിനിമയും കാണാം, വേറെ കുറെ കാര്യങ്ങളും ചെയ്യാം. ഇതാ അനിയ, ഇഷ്ടപ്പെട്ടവരുടെ മേൽ പണം വെച്ചോ, പണം സമ്പാദിച്ചോ. ഒന്നിന് രണ്ട്. വാ അനിയ. 4ാമത്തെ നമ്പറിൽ ഒരു 50. 3ാമത്തെ നമ്പറിൽ 100. കുലുക്കുകയാണ്. വയ്ക്കാൻ പോവുകയാണ്. ഇതാ നോക്കിക്കോ. അനിയ, വച്ച ഉടനെ നീ ജയിച്ചു. നീ ഭാഗ്യവാനാ. ഇതാ 200. 100-ന് 200, 200-ന് 400. വെച്ചോ അനിയ, വെച്ചോ. നിങ്ങളുടെ ഭാഗ്യം ഇരട്ടിപ്പിക്കൂ. 2ാമത്തെ നമ്പറിൽ 400. യെസ്. അനിയ വീണ്ടും ഭാഗ്യം തുണച്ചു. ഇതാ 800. ആയിരം രൂപ കിട്ടി. സിനിമയ്ക്ക് ഇത് മതിയാകും. എടാ, എന്തിനാ എണീറ്റത്? കളിക്കേ. വേണ്ട ചേട്ടാ, എനിക്ക് പോകാൻ സമയമായി. എല്ലാ പണവും നീ തന്നെ കൊണ്ടുപോവോ? മര്യാദയ്ക്ക് കളിക്കടാ. എനിക്ക് സ്കൂളിൽ പോകണം ചേട്ടാ. നീ ഇപ്പൊ ഇരുന്ന് കളിച്ചില്ലെങ്കിലേ നീ ആശുപത്രിയിൽ പോകും. കയ്യും കാലും ഒടിച്ചായിരിക്കും അയക്കുക. അത് വേണ്ട, ഞാൻ പന്തയം വെക്കാം. അവിടെ ഇരിക്കേ. വയ്ക്കണടാ. വയ്ക്ക്. 1ാമത്തെ നമ്പറിൽ 50. 3ാമത്തെ നമ്പറിൽ 100. എങ്ങോട്ടാ ഓടി പോകുന്നേ? നായെ കുളിപ്പിച്ച് ഹാളിന്റെ നടുവിൽ ഇരുത്തിയതുപോലെ വൃത്തികെട്ട രീതിയിൽ കയറി ഇരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ? രാത്രി മുഴുവൻ കൂർക്കം വലിച്ച് എന്റെ ഉറക്കം കളഞ്ഞു. ഇപ്പൊ ഭഗവാസുരന്റെ സഹോദരിയെ പോലെ തിന്നോണ്ടിരിക്കുക. നാട്ടിലെ കണ്ണ്, വീട്ടിലെ കണ്ണ്, ഈ ഗുണ്ടിന്റെ കണ്ണ് എല്ലാം പോണേ. എനിക്കൊന്നും പറ്റല്ലേ.